പാത്രം കഴുകില്ല, കാരണം വെള്ളമില്ല. എന്തു ചെയ്യും? ആ പാത്രത്തിൻ്റെ ഉള്ള അവർ കരിക്കും, എന്നിട്ട് അത് തുടയ്ക്കും. ജലം നിധിയാണ്, അമൂല്യമായ ഒരു വസ്തുവാണ്. സൂക്ഷിച്ചുപയോഗിക്കണം, നാട്ടിലായാലും ഇവിടെയായാലും. ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ വീടുകൾക്ക് മുകളിൽ വീഴുന്ന ജലം വലിയ ടാങ്കുകളിൽ സംഭരിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനം ഈ വരൾച്ചയുടെ കാലത്തെ പ്രതിരോധിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്കൂളുകളും മറ്റും അവർക്ക് വേണ്ട ജലം സംഭരിക്കുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും ഭൂരിഭാഗം വരുന്ന ഇവിടുത്തെ ദരിദ്ര ജനത ദൂരങ്ങൾ താണ്ടി വേണം ഈ വരൾച്ചയിൽ നിന്ന് കരകയറാൻ. ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിരികെ വരാനാകാത്ത വിധം പ്രകൃതിയെ നശിപ്പിച്ചാൽ അധികം വൈകാതെ ഭൂമിയിൽ ജീവിതം തന്നെ അസാധ്യമാകുമെന്നാണ്. നാവു നനയ്ക്കാൻ ദൂരങ്ങൾ താണ്ടി വെള്ളം അളന്നു വാങ്ങുന്ന ഈ കുരുന്നിൻ്റെ നിസ്സഹായത നമ്മുടെ കണ്ണു തുറപ്പിക്കട്ടെ. അല്ലെങ്കിൽ നാം പാഴാക്കിക്കളയുന്ന കുടിവെള്ളത്തിനു വേണ്ടിയാകും അടുത്ത മഹായുദ്ധം. ദയാലുവായ തമ്പുരാന്റെ കൃപയാൽ പെയ്യുന്ന മഴ വീണ്ടും ഇവരുടെ ജീവിതങ്ങളെ താളാത്മകമാക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മൾ പാഴാക്കിക്കളഞ്ഞ ജലത്തിന് നനച്ചിരിക്കാത്ത സമയത്ത് ലോകം നേരിടാനിരിക്കുന്ന കൊടും വരൾച്ചയുടെ നാളുകളിലെ നമ്മുടെ മക്കളുടെ ജീവിതം ഇതിനേക്കാൾ ദുരിതപൂർണമാകുമെന്ന ഓർമ്മപ്പെടുത്തൽ. നിശബ്ദമായി ഇവൾ നമ്മോട് പറയുന്നത്, സഹോദര, ഇതാണ് ഞങ്ങളുടെ നാട്. ഒരു മഴത്തുള്ളി പോലും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ജീവനെപ്പോലെ തന്നെ ജലവും നീ സംരക്ഷിക്കും. We beg you, save the water.